പണപ്പെരുപ്പം 2% താഴ്ന്നതിന് പിന്നാലെ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷ സജീവമാക്കി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഇന്നലെ ചേർന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ പലിശ നിരക്കുകൾ 5.25% നിലനിർത്താൻ 2-നെതിരെ 7 പേരാണ് വോട്ട് ചെയ്തത്. 16 വർഷത്തെ ഉയർന്ന നിലയിൽ ബേസ് റേറ്റ് നിലനിർത്താൻ തീരുമാനിച്ചുവെങ്കിലും ഇത് ബുദ്ധിമുട്ടേറിയ തീരുമാനമായിരുന്നുവെന്ന് ബാങ്ക് വെളിപ്പെടുത്തി. ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ ബാങ്ക് നിരക്ക് കുറയ്ക്കാൻ തയ്യാറാകുമെന്ന പ്രതീക്ഷയാണ് ഇതോടെ ഉയർന്നത്. ലക്ഷക്കണക്കിന് വരുന്ന കടമെടുപ്പുകാർക്കും ഇത് സമ്മർദ്ദം കുറയ്ക്കും. അതേസമയം ജൂലൈ 4 പൊതുതെരഞ്ഞെടുപ്പിൽ പുതിയ ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തുമെന്നാണ് കരുതുന്നത്. ഋഷി സുനക്കിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച കടുത്ത തീരുമാനങ്ങളുടെ ഗുണം ഇതോടെ കീർ സ്റ്റാർമറിനാകും ലഭിക്കുക. എന്നാൽ സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവ് അനാവശ്യമായി പിടിച്ചുവെക്കുകയാണ് ബാങ്ക് ചെയ്യുന്നത് എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് അഫയേഴ്സ് ഇക്കണോമിക്സ് ഫെല്ലോ ജൂലിയൻ ജെസോപ്പ് പറഞ്ഞു. 3 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പണപ്പെരുപ്പം 2% താഴ്ന്നത്. ലക്ഷ്യമിട്ട 2% പണപ്പെരുപ്പം താഴ്ന്നത് ശുഭവാർത്തയാണ്. പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ തുടരുമെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാലാണ് നിരക്കുകൾ 5.25% നിലനിർത്തിയത് എന്ന് ഗവർണർ ആൻഡ്രൂ ബെയ്ലി പറഞ്ഞു. സമ്മറിൽ തന്നെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയാണ് ഇതോടെ പുറത്തുവരുന്നത്. സർവീസ് മേഖലയിലെ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും ഉയർന്ന് 5.7% നിന്നതാണ് തിരിച്ചടിയായത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.